ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോകളും കാര്യങ്ങളും ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു മഞ്ഞുമ്മൽക്കാരനാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു മഞ്ഞുമ്മലിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമ്മൽ ബോയ്സും ആണ് കേട്ടോ. ഇപ്പോൾ എവിടെ ചോദിച്ചാലും എവിടെ അറിഞ്ഞാലും മഞ്ഞുമ്മൽ എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നില്ല കളമശ്ശേരിയുടെ അപ്പുറത്ത് അല്ലെങ്കിൽ എടപ്പള്ളിയുടെ ഇപ്പുറത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ് മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എടപ്പള്ളിയിൽ നിന്നും ആക്സസ് ഉണ്ട്, അതുപോലെ തന്നെ കളമശ്ശേരിയിൽ നിന്നും ആക്സസ് ഉണ്ട്, ആലുവയിൽ നിന്നും ആക്സസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമ്മലിൻ്റെ മുഖമുദ്ര ആയിട്ടുള്ള മഞ്ഞുമ്മൽ പള്ളിയുടെ ഫ്രണ്ടിലാണ്. എൻ്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമ്മൽ പള്ളിയാണ്. ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ ഇറങ്ങിയിട്ട് ഏകദേശം 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സിനിമയിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പള്ളി കാണാൻ സാധിക്കും. അപ്പോൾ എന്താ പറയുക, നമുക്കൊരു രോമാഞ്ചാണ് ഉണ്ടായത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ ഒരുപാട് പടങ്ങളിൽ എന്താ പറയുക നമ്മുടെ മഞ്ഞുമ്മൽ പള്ളി വന്നിട്ടുണ്ടെങ്കിലും മഞ്ഞുമ്മൽ ബോയ്സിൽ കണ്ടപ്പോൾ വേറൊരു ഫീലാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ പള്ളിയുടെ പുനരുദ്ധാരണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ എന്താ പറയുക ഗ്രീൻ നെറ്റും കാര്യങ്ങളൊക്കെ വലിച്ചു. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്കൊരു പന്തലും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ മഞ്ഞുമ്മൽ പള്ളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസംബർ 2 തൊട്ട് 8 വരെയാണ് ഇവിടുത്തെ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മഞ്ഞുമ്മലുള്ള എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മഞ്ഞുമ്മൽ പെരുന്നാൾ എന്ന് പറയുന്നത്. മഞ്ഞുമ്മലുള്ള ആൾക്കാർ അതുപോലെ തന്നെ മഞ്ഞുമ്മലുള്ള ആൾക്കാർ അതിമത ഭേദമന്യേ എല്ലാവരും ഒന്ന് കൂടുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ ഇറങ്ങുമ്പോൾ നമ്മുടെ മഞ്ഞുമ്മൽ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മഞ്ഞുമ്മൽ സ്ഥലം അതുപോലെ തന്നെ മഞ്ഞുമ്മലിൽ കാണേണ്ട കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക്. എൻ്റെ പിന്നിലായിട്ട് നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ മഞ്ഞുമ്മൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പുതിയ മോഡലിലായിട്ട് പണിതേക്കാണ്. പണ്ട് നമ്മളൊക്കെ പഠിച്ചത് മഞ്ഞുമ്മൽ സ്കൂളിലാണ് കേട്ടോ. മഞ്ഞുമ്മൽ സ്കൂളിന് അവിടെയും ഇവിടെ ആയിട്ട് ഓടിട്ട സ്കൂളായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ മൊത്തം പൊളിച്ചു. ഇവിടെയും ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, അതിപ്പോൾ പൊളിച്ചു കേട്ടോ. അപ്പം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെയാണ് അവിടെ മേളിലായിട്ട് വരുന്നത്. എല്ലാം നമ്മുടെ പള്ളിയുടെ കീഴാണ് വരുന്നത്. അവിടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഓഡിറ്റോറിയവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പള്ളിയുടെ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ തന്നെ കാണുന്നതാണ് മഞ്ഞുമ്മൽ ഹോസ്പിറ്റൽ കേട്ടോ. അതെ, ഇതാ നേരെ കാണുന്നതാണ് മഞ്ഞുമ്മൽ ഹോസ്പിറ്റൽ. കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നാണ് പറയപ്പെടുന്നത്. ഇതിപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലാണ്. ഇപ്പോൾ പുതുതായിട്ട് കാര്യങ്ങളൊക്കെ പണിത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുള്ളതാണ്. അന്നത്തെ എൻ്റെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ലുക്ക് ആയിരിക്കില്ല. ഏകദേശം 4 വർഷത്തോളമായി ആ വീഡിയോ എടുത്തിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ എന്താ പറയുക ഓടി കളിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. മഞ്ഞുമ്മൽ സ്കൂളിലെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ തട്ടാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇവിടെ വരുമ്പോൾ വല്ലാത്ത നൊസ്റ്റാൾജിയാണ്. പണ്ട് ഇവിടെ എല്ലാം ഓടി കളിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ എല്ലാവരും കൂടുന്ന പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസംബറിലെ പള്ളിപ്പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാക്കി കാഴ്ചകളിലോട്ട് കിടക്കാം. പള്ളിയുടെ അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അവിടെ എന്താ പറയുക പള്ളിയുടെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ പള്ളിയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ കടൽ വരെ കാണാൻ പറ്റുമെന്നാണ് പറയണത്. അത്രയും ഹെവി വ്യൂ ആണ് എൻ്റെ മേളിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. അവിടെ പെയിൻ്റ് അടിക്കാനൊക്കെ ചേട്ടന്മാർ കയറാറുള്ളതാണ്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിലുള്ള സിക്സൻ ചേട്ടനൊക്കെ എൻ്റെ മേളിൽ പെയിൻ്റ് അടിക്കാനൊക്കെ കയറിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവരെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് കാണാം, അവരുടെ ക്ലബ്ബ് കാണാം, എല്ലാം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. എൻ്റെ പുറകിൽ കാണുന്നതാണ് മഞ്ഞുമ്മൽ ഹോസ്പിറ്റൽ കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. കുറച്ച് സിനിമകളൊക്കെ ഇവിടെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോഹൻലാലിൻ്റെ പടമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് വരുന്നത്. അപ്പുറത്ത് തന്നെയായിട്ടാണ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ എന്താ പറയുക, ചെറിയൊരു ഗ്രാമപ്രദേശം തന്നെയാണ്. എല്ലാ സംഭവങ്ങളും അടുത്തടുത്ത് വരുന്ന രീതിയിലാണ് നമ്മുടെ മഞ്ഞുമ്മൽ പോയിക്കൊണ്ട്. അപ്പോൾ നമുക്കുള്ളത് മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ എടുക്കാൻ കാരണക്കാരായ അതിലുള്ള ചേട്ടന്മാരാണ് നമ്മളുണ്ട്. എൻ്റെ പേര് കൃഷ്ണകുമാർ. ഞാൻ ജോലിയാണ്. ക്യാരക്ടർ ചെയ്തത് ഗണപതിയാണ്. നെക്സ്റ്റ് ചേട്ടനെ കൊടുത്തോളൂ. എൻ്റെ പേര് സിജു ഡേവിഡ്. കുട്ടേട്ടൻ എല്ലാവരും വിളിക്കുന്നത്. ഫിലിമില് സൗബിനാണ് എന്റെ ക്യാരക്ടർ ഇത് ചെയ്തത്. എന്റെ ജോലി ഞാൻ വൈപ്പിലൊരു കമ്പനിയാണ്, പീപ്പിൾ ഷിപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. എന്റെ പേര് ജിൻസൺ. സിനിമയിലെ വിഷ്ണുദേവാണ് ക്യാരക്ടർ ചെയ്തത്. എനിക്ക് പ്ലംബിംഗ് കൊടുത്തിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രൻ. എന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ശ്രീനാഥ് ബാസിയാണ്. ബിൽഡിംഗ് ആണ് ജോലി. പേര് സിക്സൻ. എന്റെ ക്യാരക്ടർ ബാലുറീസ്. ഞാൻ കൺസ്ട്രക്ഷൻ വർക്കാണ്. എന്റെ പേര് സിജു. എന്റെ റോൾ ചെയ്തിരിക്കുന്നത് ജീലാലാണ്. സുധീഷന്റെ ക്യാരക്ടർ ദീപക്കാണ്. ചേട്ടൻ എന്താ ജോലി ചെയ്യണേ? ഞാൻ കൺസ്ട്രക്ഷൻ വർക്കാണ്. ഇതാണ് നമ്മുടെ അപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും കാണാൻ ആഗ്രഹിച്ചൊരു സംഭവമാണ് നമ്മുടെ ക്ലബ്ബ്. അപ്പോൾ ഇതാണ് പണ്ടത്തെ യുവദർശന ക്ലബ്ബ്, പിന്നീട് ഇപ്പോൾ ദർശന ക്ലബ്ബായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ എന്താ പറയുക, സെൻറ് ജോസഫ് മരണസഹായ സംഘം മഞ്ഞുമ്മൽ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലബ്ബ് കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ നമ്മൾ ക്ലബ്ബ് കാണിക്കുമ്പോൾ ക്ലബിന്റെ പ്രസിഡന്റിനെ കൂടി കാണിക്കണ്ടേ. നമ്മുടെ ഇവിടെ നിന്നുള്ളത് ആർ കെ ആശാനാണ്. അപ്പോൾ നമ്മളിന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ കെ ആശാന്റെ ഒരു ചെറിയ സംരംഭം അല്ലേ, ഒരു കടയുടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ടാണ് രാവിലെ വന്നത്. അപ്പോൾ കടയുടെ ഉദ്ഘാടനം നടത്തിയതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് ആണ്. അപ്പോൾ കടയുടെ പേരും മഞ്ഞുമൽ ബോയ്സ് ആണ്. ഞങ്ങള് ഒരുമിച്ച് കളിച്ചോളുന്ന ആൾക്കാരാണ്. ഈ കാണുന്നതൊക്കെ അവരുടെ വീടുകളാണെന്നാണ് അല്ലേ? ഓ, ഇതാണ് നമ്മുടെ ക്ലബ്ബ്. ക്ലബിന്റെ ഓഫീസാണ്. ഇപ്പൊ പ്രസിഡന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പൊ ഞങ്ങള് ക്ലബ്ബ് ഇതിലില്ല. അന്നത്തെ നാളുള്ളൊരു 5-6 വർഷം ഞങ്ങൾ കണ്ടിന്യൂസ് പ്രോഗ്രാംസ് ഒക്കെ നടത്തിയിരുന്നു അല്ലേ? അപ്പോ എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ ക്ലബ്ബും ക്ലബിന്റെ പ്രസിഡന്റിനെയൊക്കെ നമുക്ക് കിട്ടി. അപ്പൊ എന്തായാലും ചേട്ടന്മാരൊക്കെ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ബിസിയിലാണ്. സത്യം പറഞ്ഞാൽ പടം ഇറങ്ങിയതിന് ശേഷം നിൽക്കാൻ സമയം കിട്ടിയില്ല ആണല്ലേ? 1 മണിക്ക്. അപ്പൊ നമ്മൾ ആദ്യം ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു സെറ്റപ്പിലാണ് അവർ എടുത്തു കൂട്ടിയത്. അപ്പൊ എന്തായാലും ആശാന്റെ പുതിയ സംരംഭം നമ്മുടെ മഞ്ഞുമ്മല് എവിടെയാ പറയാ, നമ്മുടെ ഗോഡൌൺ സ്റ്റോപ്പല്ലേ, മാടപ്പാട്ട് സ്റ്റോപ്പില് നമ്മുടെ കണ്ടെയ്നർ റോട്ടിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. പുതുതായിട്ട് നമ്മുടെ ഒരു ബീവറേജ് വന്നിട്ടുണ്ട് അല്ലേ? അതിന്റെ താഴെയായിട്ട് തന്നെ അവിടെ നമുക്ക് സ്നാക്സ് ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്, ചായ ഉണ്ട്, എല്ലാം നമുക്ക് കിട്ടും. ഓള് റൂംസും ഉണ്ട്. അതും ആശാൻ തന്നെയാണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ, നമുക്ക് വലിയ ചെലവില്ലാത്ത രീതിയിലുള്ള റൂം കിട്ടില്ല, നിസാരത്തിൽ നമുക്ക് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും വരിക, നമ്മുടെ മഞ്ഞുമക്കാരുടെ സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവണം. നമ്മൾ മഞ്ഞുമൽ ബ്ലോഗർ ആയതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും താങ്ക് യു ആശാനെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലബിനെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർശന ക്ലബ്ബ് എന്നാണ് കേട്ടോ, യുവദർശന എന്നായിരുന്നു പേര്. ഇനി നമുക്ക് ബാക്കി മഞ്ഞുമലിന്റെ കാഴ്ചകളിലോട്ടും വിശേഷങ്ങളിലും ഒക്കെ. മഞ്ഞുമലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 3 അമ്പലങ്ങളാണ് നമുക്ക് വരുന്നത്. ഒന്ന് ശ്രീകൃഷ്ണ സ്വാമി ടെമ്പിൾ, അതുപോലെ തന്നെ നമുക്ക് ഈ വരുന്ന മുരുകന്റെ ടെമ്പിൾ, അതുപോലെ തന്നെ അറ്റത്തായിട്ട് നമുക്കൊരു കാവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് മുരുകന്റെ അമ്പലത്തിലാണ്, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിളിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഉത്സവം ഒരു വലിയ ഉത്സവം തന്നെയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് കഴിഞ്ഞത്. എന്താ പറയുക, കാവടിയും ആനകളും കാര്യങ്ങളും നല്ല രസമായിട്ട് തന്നെയാണ് നമുക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക നല്ലൊരു ആംബിയൻസ് ആണ്, ആൽമരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ഞുമ്മൽ സ്വന്തം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമ്മലുള്ള നമ്മുടെ മാതൃഭൂമിയുടെ ഓഫീസാണ് എൻ്റെ പുറകിൽ. മാതൃഭൂമി പത്രം, അതുപോലെ തന്നെ ക്ലബ് എഫ് എം എല്ലാം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഈ ഒരു മാതൃഭൂമിയുടെ ഓഫീസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഇവിടെ RJ ഹണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ വെയിൽ കണ്ടില്ലേ, ഈ വെയിലത്ത് വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നിട്ടുള്ള ആളാണ് ഞാൻ. RJ ആവാനുള്ള ആഗ്രഹമായിരുന്നു. ഇന്നിപ്പോൾ എന്താ പറയുക, കാലം എന്നെ വ്ളോഗറാക്കി എന്ന് പറഞ്ഞ മാതിരിയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ അഖിലിൻ്റെ വീഡിയോ വൈറലായതിനു ശേഷം നമുക്ക് ക്ലബ് എഫ് എമ്മിൽ ഗസ്റ്റായിട്ട് പോകാനൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ മാതൃഭൂമിയുടെ ഈ ഒരു ഓഫീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് മഞ്ഞുമ്മൽ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇവിടുത്തെ ഉത്സവം വലിയ ഉത്സവമാണ്. മഞ്ഞുമ്മലിലെ 2 മെയിൻ ഉത്സവങ്ങളിൽ ഒന്നാണ് ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിലെ ഉത്സവം. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ വല്ലാത്ത ഫീലാണിത്. മേലൊക്കെ ആൽമരമുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടത്ത് ഇവിടെ വന്നിരിക്കാൻ കിട്ടുന്ന ഫീൽ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ആ സൈഡിലോട്ടൊക്കെ കണിക്കൊന്നയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്തൊക്കെ കണിക്കൊന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വളരെ വിരളമാണ്. ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ആണല്ല, നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിന്റെ കുളമെല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയല്ലേ? ഒരു ഹായാണെങ്കിൽ നമ്മുടെ മഞ്ഞുമ്മല് വെള്ളം തന്നെ സലാമിക്കാണ്. സലാമിക്കില്ലാതെ എന്താ ആഘോഷം. അവിടെ നിന്ന് നേരെ വരുന്നത് ഞാൻ പറഞ്ഞ 3ാമത്തെ ടെമ്പിളിനടുത്താണ്. ഇതാണ് ശ്രീ ഭുവനേശ്വരി ടെമ്പിൾ കേട്ടോ, കാവെന്നാണ് പറയണത്. ഇതിന്റെ തൊട്ടിപ്പുറത്ത് മതിലിന്റെ ഇപ്പുറത്തായിട്ട് തന്നെ നമുക്കൊരു ചർച്ച് കാണാം, ഫാത്തിമാത ചർച്ച്. ഇവിടെ നമ്മുടെ മതസൗഹാർദ്ദം നമുക്ക് കാണാൻ സാധിക്കും, മഞ്ഞുമ്മലിന്റെ മതസൗഹാർദ്ദം. അപ്പോൾ ഇവിടുന്ന് വേറൊരു പ്രത്യേകത കൂടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജംഗ്ഷനാണ്, മഞ്ഞുമ്മൽ സ്റ്റാൻഡ് എന്ന് പറയും. ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വലത്തേ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മോസ്ക് നമുക്ക് കാണാൻ പറ്റും, അതായത് മുസ്ലിം പള്ളി കാണാൻ പറ്റും. തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഒരു കുളവും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ തന്നെ റേഷൻ കട വന്നിട്ടുണ്ട്, ഇറച്ചിക്കട വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസ് കുടിക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ. അതായത് പണ്ട് തൊട്ടേ ജ്യൂസ് ഉള്ള കടയാണ് മഞ്ഞുമ്മൽ, എല്ലാവർക്കും തന്നെ അറിയാം. പണ്ട് 5 രൂപക്കാണ് ജ്യൂസ് കൊടുത്തുകൊണ്ടിരുന്നത്. 3-4 ടൈപ്പ് ജ്യൂസുകളുണ്ടായിരുന്നു. ഇപ്പോൾ 10 രൂപക്കാണ് ജ്യൂസ് കൊടുക്കണേ. എന്നാലും 10 രൂപക്കുള്ള സംഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നേരം വെയിലത്താണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വെയിലത്ത് നിന്ന് നമ്മൾ നേരെ കയറി വന്ന ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ഉഷാറ് വേറെ ലെവലാണ് അല്ലേ ജൂ? പിന്നല്ല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അമ്പലത്തിൻ്റെ ചർച്ചിൻ്റെയൊക്കെ അവിടെ നിന്ന് ഒരു 50 മീറ്റർ മുന്നോട്ട് കിടന്നാൽ മതി. മഞ്ഞുമ്മൽ സ്റ്റാൻഡിൽ തന്നെ ആയിട്ട് ഇത് നമ്മുടെ മഞ്ഞുമ്മൽ മുസ്ലിം പള്ളി, മഞ്ഞുമ്മൽ മുസ്ലിം ജമാഅത്ത് നമുക്ക് കാണാം. അതുപോലെ തന്നെ എൻ്റെ പുറകിലായിട്ട് കാണുന്നതാണ് മഞ്ഞുമ്മൽ അയ്യംകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വളരെ ശോകമായിട്ട് ഇവിടെ കിടന്ന ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നവീകരിച്ച് നല്ല സെറ്റപ്പാക്കി ഈ കുളം അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് തോന്നിയൊരു സംഭവമാണ് ഇവിടെ ഒരു നീന്തൽ പരിശീലന ക്ലാസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. പിള്ളേരൊക്കെ ഒന്ന് കുളിക്കാറ്. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുന്നേ കോഴിക്കോട് പോയപ്പോൾ കുറ്റിച്ചിറയിൽ നമ്മൾ ഇതുപോലെ ഒരു കുളം കണ്ടായിരുന്നു. ആ കുളത്തിൽ
അതിൽ കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ട് നീന്തൽ പഠിക്കുന്ന കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റി. അതുപോലത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും തോന്നുന്നു. പിന്നെ ഇവിടെ നവീകരണം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടല്ലോ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അവിടെ ചെടികൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, മഞ്ഞുമ്മൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഇനി എന്തായാലും നെക്സ്റ്റ് കാഴ്ചയിലോട്ട് നിങ്ങളെ കൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമ്മലിലോട്ട് കയറുന്ന പ്രവേശന കവാടത്തിലെ ഫസ്റ്റ് ജംഗ്ഷനിലാണ്. അതായത് നമ്മൾ എടപ്പള്ളിയിൽ നിന്ന് വരികയാണെങ്കിൽ അമൃത സിഗ്നലിൽ നിന്ന് വലത്തോട്ട് തിരിയണതാണ് മഞ്ഞുമ്മൽ എന്ന് പറയുന്നത്. ഇവിടുന്ന് 2 പാലങ്ങളാണ് വരുന്നത്. ഒന്ന് മുട്ടാർ പാലം, അതുപോലെ തന്നെ മഞ്ഞുമ്മൽ റെഗുലേറ്ററി ബ്രിഡ്ജാണ്. അത് ഒരെണ്ണം പോണത് കളമശ്ശേരിക്കാണ്. ഇതിപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇത് വർക്ക്ഷോപ്പ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നോക്കുമ്പോൾ ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ മരങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമ്മൽ നേച്ചർ ക്ലബ്ബ് നട്ടിട്ടുള്ള മരങ്ങൾ എൻ്റെ കുഞ്ഞിലേക്ക് നട്ടതാണ്. നല്ല വലുതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമ്മല ഒരു ക്ലബ്ബാണ്, ഒരു വലിയ കൂട്ടായ്മയാണ്. 1998 സ്ഥാപിതമായിട്ടുള്ള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് സാൻഡോസ് മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ മഞ്ഞുമ്മലുള്ള എല്ലാവർക്കും തന്നെ അറിയാം, ഇവർ ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ, ക്യാരംസ് ടൂർണമെൻറ്റുകൾ, അതുപോലെ തന്നെ എന്താ പറയുക ഷൂട്ട് ഔട്ടുകൾ, അതുപോലെ തന്നെ കലാകായിക രംഗത്തുള്ള എല്ലാവരും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം എന്താ പറയുക മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ഇവർ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലബ്ബ് എന്തായാലും കാണിക്കണം. അപ്പോൾ ഇവർ ഈ അടുത്ത് തന്നെ എന്താ പറയുക ഈ വരുന്ന 2024 ഏപ്രിൽ 21 to 28 ഒരു ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക മഞ്ഞുമല ഗ്രൗണ്ടുകളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഞ്ഞുമല സാൻഡോസ് ഗ്രൗണ്ടിൽ നമ്മൾ ഈ അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ആയിട്ടാണ് ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവർ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സർവൈലൻസ് ക്യാമറ നമുക്ക് കാണാം. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാലം ക്ലീനിങ്, അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കൂട്ടായ്മകളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ നാട്ടിലെ സാൻഡോസ്. അതുപോലെ വേറെയും ക്ലബ്ബുകൾ മഞ്ഞുമല്ലുണ്ട് കേട്ടോ. മഞ്ഞുമൽ ഫുട്ബോൾ ക്ലബ്ബായിട്ടുള്ള മഞ്ഞുമൽ യുണൈറ്റഡ് FC ഒക്കെ ഉണ്ട്. ഇവിടെ ഫുട്ബോളിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് മഞ്ഞുമൽ. അതുപോലെ തന്നെ ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ വന്നുകൊണ്ട് തന്നെ മഞ്ഞുമൽ ഏലൂർ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് ഫുട്ബോൾ പ്ലെയേഴ്സ് എന്താ പറയുക കേരള ടീമിലും അതുപോലെ തന്നെ ഒരുപാട് ടീമുകളിലായിട്ട് കളിക്കുന്നവരുണ്ട്. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടാർ പാലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് മഞ്ഞുമലിൻ്റെ കാഴ്ചകളാണ്, മഞ്ഞുമൽ ബോയ്സിൻ്റെ കാഴ്ചകളാണ്. നമ്മളിപ്പോൾ ഉള്ളത് മുട്ടാർ പാലത്തിൻ്റെ മേളിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അഖിലിൻ്റെ വീഡിയോ എടുത്തത്. അഖിലിരുന്ന് വെച്ചത് അവിടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലത്തിൽ ഫുള്ള് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ സാൻഡോസിൻ്റെ ക്ലബ്ബ് നടത്താറുണ്ട്. ഇതിൻ്റെ താഴെ കാണുന്നതാണ് മുട്ടാർ പുഴ. ഈ ഒരു മുട്ടാർ പുഴ നമ്മുടെ മഞ്ഞുമലിൽ ചുറ്റി ഇങ്ങനെ പോവും. ഇതിപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് നേരെ കയറി വരുന്ന വഴിയാണ്. എടപ്പള്ളിയിൽ നിന്ന് നേരെ വന്ന അമൃത സിഗ്നലിൽ നിന്ന് വലത്തോട്ട് കഴിഞ്ഞാലാണ് മഞ്ഞുമൽ കാണേണ്ടവർക്കൊക്കെ വരിക, വന്ന് കാണുക എന്നൊക്കെ നമുക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ചെറിയൊരു ഗ്രാമമാണ്. ഏലൂരിലെ തന്നെ എന്താ പറയുക ഒരു സൈഡിലായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് മഞ്ഞുമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക മഞ്ഞുമൽ ബോയ്സിലൂടെ എന്താ പറയുക നമ്മുടെ മഞ്ഞുമലിനെ എല്ലാവരും അറിയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് പണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, അന്ന് ചെയ്ത എപ്പിസോഡിൻ്റെ ബാക്കിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. അതുപോലെ തന്നെ ഞാൻ ഓർമ്മിപ്പിച്ച ടൂർണമെൻറ്റിൻ്റെ കാര്യം മറക്കാതിരിക്കുക. എല്ലാവരും തന്നെ വരിക, ടൂർണമെൻറ്റിൽ ഭാഗമാക്കുക. കളിയാണ്, ഫെഡ് ലൈറ്റാണ്. അപ്പോൾ എന്താ പറയുക ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞുമക്കാർക്ക് വികാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വികാരം നമ്മളെന്തായാലും ഗ്രൗണ്ടിൽ കാണിക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു കിടിലൻ കിട്ടിക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. ബൈ.